ഒരു കുപ്പി വെള്ളവും കുറച്ച് അത്തറും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഏത് സിഹർ ചെയ്ത വസ്തുവും നമുക്ക് തന്നെ, നമ്മളെ വീട്ടിൽ സ്ഥാപിച്ച ഏത് സിഹർ ചെയ്ത വസ്തുവും നമുക്ക് തന്നെ അത് കുഴിച്ചെടുക്കാൻ സാധ്യമാകും. അത് എവിടെയെന്ന് നമുക്ക് കണ്ടെത്താൻ സാധ്യമാകും. നമ്മുടെ ഭൂമിയിൽ ജപിച്ചിട്ട് ഭസ്മം സ്ഥാപിച്ചാലും എന്ത് മാരണക്രിയകൾ നമ്മളെ ഭൂമിയിൽ ചെയ്താലും നമുക്ക് തന്നെ അത് എവിടെയാണ് ഈ വസ്തു ഉള്ളത് എന്ന് നമുക്ക് തന്നെ ഒരാരുടെയും സഹായമില്ലാതെ നമുക്ക് തന്നെ അത് കണ്ടെത്താൻ സാധിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള അമൽ. ഇത് മുജറബാണ്. ചെയ്തവർക്ക് അനുഭവമുണ്ട്, ചെയ്തവർക്ക് അത് റിസൾട്ട് കിട്ടിയ ഒരു മുജറബായിട്ടുള്ള അമൽ. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പഠിക്കാം. എങ്ങനെയാണ് ഈ ഒരു അമലിനെ ചെയ്യേണ്ടത്, ഏതെല്ലാം ആയത്തുകളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിപൂർണമായി പഠിച്ച് അത് നമുക്ക് തന്നെ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഇത് വീട്ടിൽ തന്നെ ചെയ്ത് നമുക്ക് തന്നെ റിസൾട്ട് ലഭിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള അമൽ നമുക്കൊന്ന് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളെ വീടിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ആരെങ്കിലും സിഹർ ചെയ്ത് കൊണ്ടുവച്ച സ്ഥാപിക്കപ്പെട്ട വസ്തുവിനെ നമുക്ക് തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് ഈ ഒരു അമല് ചെയ്ത് നമുക്ക് തന്നെ അത് കുഴിച്ചെടുക്കാൻ കഴിയും. എവിടെയാണ് ഇവർ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് തന്നെ കണ്ടെത്തി അതിനെ പരിപൂർണമായിട്ട് ബാത്തിലാക്കാൻ കഴിയുന്ന ഒരാളുടെയും സഹായം ഇല്ലാതെ നമുക്ക് തന്നെ വീട്ടിലിരുന്ന് ബാത്തിലാക്കാൻ കഴിയുന്ന അത്ഭുതകരമായിട്ടുള്ള അമല്. ധാരാളം ആളുകളാണ് ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞ് സങ്കടമറിയിക്കുന്നവര്. സങ്കടമറിയിക്കുന്ന ഞങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉസ്താദുമാരെ കൊടുത്തിട്ടും തങ്ങന്മാരെ കൊടുത്തിട്ടും ഞങ്ങൾ കുഴിച്ചെടുത്ത് ഇനിയും ഈ ഭൂമിയിൽ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇനിയും ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളിത് കുഴിച്ചെടുക്കും, അവരിത് കൊണ്ടുപോയി ചെയ്യും. ഞങ്ങളിത് ബാത്തിലാക്കും, വീണ്ടും പുതുക്കി ഞങ്ങളെ ഭൂമിയിൽ തന്നെ അവർ വന്ന് കുഴിച്ചിടും. പിന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ആ ഭൂമിയിൽ നിൽക്കാൻ കഴിയുന്നില്ല, ഇടങ്ങേറുകളാണ്. മോൾക്കാണെങ്കിലോ ഒരു വിഭ്രാന്തി, മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ഇളക്കങ്ങൾ, പ്രയാസങ്ങൾ വരികയാണ്. അത് കുഴിച്ച് മാറ്റുമ്പോൾ, ഒഴുക്കി കളയുമ്പോൾ, ഉസ്താദുമാരെ കൊടുന്ന് തങ്ങന്മാരെ കൊടുന്ന് അത് കുഴിച്ചെടുത്തത് മാറ്റുമ്പോൾ, അത് ബാത്തിലാക്കുമ്പോൾ പിന്നെ റാഹത്താണ്. പിന്നെ വരികയാണ്. പിന്നെ ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ അവിടെ വീണ്ടും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നിരന്തരമായിട്ട് ഞങ്ങളങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാത്തിലാക്ക, ഉപദ്രവിക്കുക, ബാത്തിലാക്ക, പുതുക്കുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി ഞങ്ങളെ ഭൂമിയിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് തന്നെ എടുക്കാൻ പറ്റുമോ? ഇത് ഞങ്ങൾക്ക് തന്നെ എടുക്കാൻ പറ്റും. ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങളെ ഭൂമിയിൽ ഇങ്ങനെ കുഴിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ വീടിൽ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് എവിടെയെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഞങ്ങൾക്ക് തന്നെ ചെയ്ത് ചൊല്ലാൻ പറ്റിയ എന്തെങ്കിലും അമലുണ്ടോ? സിഹർ ചെയ്ത് വസ്തുവിനെ കാണാൻ ആഗ്രഹമുണ്ട്, സിഹർ ചെയ്ത വസ്തു കാണാൻ ആഗ്രഹമുണ്ട്. ഇത് ഞങ്ങൾക്ക് തന്നെ കാണാൻ പറ്റോ? ഇത് ഞങ്ങൾക്ക് തന്നെ കുഴിച്ചെടുക്കാൻ പറ്റോ എന്ന് ചോദിക്കുന്നവർക്ക് പറ്റിയൊരു അമൽ. ഇത് മുജറബാണ്. ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ്. നമ്മൾ ചില ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും അവർ ചെയ്യുകയും അവർക്കത് എവിടെയാണ് വെച്ചത് എന്ന് അവർ അത് കാണുകയും പുറത്തെടുക്കുകയും ചെയ്തു, അതിനെ ബാത്തിലാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള അത്ഭുതകരമായിട്ടുള്ള അമല് നമ്മൾ കുറേ അമലുകൾ പറഞ്ഞിരുന്നു. സിഹർ ഒരാൾക്ക് ഏറ്റിട്ടുണ്ടോ എന്ന് അറിയാനുള്ള അമലുകൾ പറഞ്ഞിരുന്നു. ചില ആളുകൾക്ക് ഡൗട്ടുകൾ, സംശയങ്ങൾ, ഞങ്ങൾക്കിത് ഏറ്റിട്ടുണ്ടോ, ഞങ്ങൾക്ക് ഇങ്ങനെ കൂടോത്രങ്ങൾ, ഇത്ര മൂർത്തികളുടെ പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ടോ, സിഹർ ഞങ്ങൾക്കുണ്ടോ, ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്, ഇത് ഞങ്ങൾക്ക് സിഹർ തന്നെയാണോ അല്ലെങ്കിൽ മൂർത്തികളുടെ ശല്യം തന്നെയാണോ, പൈശാചികമായുള്ള ശല്യം തന്നെയാണോ എന്ന് സംശയമുള്ള ആളുകൾക്ക് പറ്റിയൊരു അമല് നമ്മൾ പറഞ്ഞിരുന്നു. ധാരാളം ആളുകൾ അത് ചെയ്തു. ധാരാളം ആളുകൾ അത് വീട്ടിലിരുന്ന് തന്നെ ചെയ്ത് അവർക്ക് അത് ഫലമായി, എഫക്റ്റീവായി. ആ മജ്‌ലിസിൽ, ആ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അവർക്കുണ്ടായി. കാഷ്ടിക്കാനും മൂത്രമൊഴിക്കാനുമുള്ള ടെൻഡൻസി ഉണ്ടായി. അവർ ചെയ്തു വിസർജിച്ചു.
ചില ആളുകൾ പറഞ്ഞ് ഛർദിച്ചു, ചില വയറ്റിന് വലിയൊരു അസ്വസ്ഥത ഉണ്ടായി. അങ്ങനെ ധാരാളം ആളുകൾക്ക് ഇതൊക്കെ റിസൾട്ട് കിട്ടുന്ന അമലുകളാണ്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അത് റിസൾട്ട് കിട്ടുന്ന അമലാണ്. കുറെ ആളുകൾക്ക് ചെയ്തു, പിന്നെ സ്വപ്നത്തിൽ കാണാൻ ആരാണ് നിങ്ങൾക്ക് ഇത്തരം സിഹറുകൾ ചെയ്തത് എന്ന് സ്വപ്നത്തിൽ കാണാൻ, നിങ്ങൾ ആരാണ് ഇത്തരം ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്ന് സ്വപ്നത്തിൽ കാണാൻ, മനാമിൽ കാണാൻ അമൽ പറഞ്ഞിരുന്നു. അതും കുറെ ആളുകൾ ചെയ്തു, അവർക്ക് റിസൾട്ട് കിട്ടി. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ഇന്നാലൊരാളെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എന്നോടും പറയണ്ട, ആരോടും നിങ്ങൾ പറയണ്ട, നിങ്ങൾ ആരോടും പറയണ്ട, ആരോടും പകവെക്കണ്ട, ഒരു ഉദ്ദേശത്തിന് നിങ്ങൾ പോകണ്ട, കച്ചറക്കും വയക്കിനൊന്നും നിങ്ങൾ പോകണ്ട, അത് മനസ്സിൽ കരുതിയാൽ മതി. പിന്നെ അങ്ങനെ ഒരു ശത്രു നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർ ഈ ശത്രുത വിട്ടുപോകാൻ, നമ്മളെ പ്രയാസപ്പെടുത്താതിരിക്കാൻ പറ്റിയൊരു അമൽ കഴിഞ്ഞൊരു മജ്‌ലിസിൽ നമ്മൾ പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത് ധാരാളം ആളുകൾക്ക് കാണാനുള്ള ആഗ്രഹമുണ്ട്, ഇത് ചെയ്തു വെച്ച വസ്തു കാണാനുള്ള ആഗ്രഹം. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ പറ്റിയ അമൽ, അവർക്കൊക്കെ പറ്റി വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ അമൽ ഇൻഷാ അല്ലാഹ്. അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം പല ഭാഗങ്ങളിൽ നിന്നാണ്. ധാരാളം ആളുകളാണ് മജ്‌ലിസിലേക്ക് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ഇത്തരം പ്രയാസങ്ങളുണ്ട്, ഞങ്ങൾ പറഞ്ഞ ഇത്ര ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഞങ്ങൾ പറയുന്നത് പോലെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടിലും വലിയ ബേജാറിലും വലിയ അടങ്ങേറിലാണ്. സാമ്പത്തികമായിട്ട് ഞങ്ങൾ തകർന്നു, ഒന്നും തകരാനില്ല, ഇനിയൊന്നും തകരാൻ ബാക്കിയില്ല, അത്രയും നശിച്ചുപോയി. ബിസിനസ് എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം നശിച്ചു, ഒന്നുമില്ല. വലിയ ബുദ്ധിമുട്ട് ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, വലിയ ഇടങ്ങേറുകൾ ഞങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, വലിയ പ്രയാസത്തിലാണ്. ഭൂമിയിലും വീടിലുമുള്ള പ്രയാസങ്ങളുണ്ട്, ഞങ്ങൾക്കുണ്ട്. വരുത്തുപോക്കിന്റെ, പോക്കുവരവിന്റെ, ബ്രഹ്മരസസിന്റെ, സർപ്പദോഷത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പൈശാചിക മേഖലയിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകളാണ് നിരന്തരമായി അതിന്റെ പരിഹാരങ്ങൾ ചോദിച്ച് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നവര് ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ സകലമാന പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും തീർത്ത് അല്ലാഹുവേ ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകണം, ജീവിതത്തിൽ വലിയ പുരോഗതി നൽകണം. ഇത്തരം പ്രയാസങ്ങൾ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി നീക്കം ചെയ്യണേ അല്ലാഹു. ഞങ്ങളെ ശത്രുക്കൾക്ക് നല്ല മനസ്സിനെ ഇട്ട് കൊടുക്കണം അല്ലാഹ്. സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് കാക്കണം, സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് കാക്കണം, സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് കാക്കണം തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് ഈ അമൽ ഓരോന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണേ. അത് വ്യക്തമായിട്ട് ഓരോ ആയത്ത് പറയുമ്പോൾ ഏത് സൂറത്തിലാണ്, എത്രാമത്തെ ആയത്താണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, എഴുതി വെക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ട് ഇങ്ങനെ ഓരോന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. പിന്നീട് ഒരു സംശയം ഉണ്ടാവരുത്. ധാരാളം ആളുകൾ അങ്ങനെ സംസ്ഥാനങ്ങളെ ആ ഒരു ആയത്ത് ഏതായിരുന്നു, ആ എത്രാമത്തെ ആയത്തായിരുന്നു, ഞങ്ങളതിങ്ങനെ കണ്ടപ്പോഴേക്കും പോയി. അതിങ്ങനെ മെല്ലെ ഇങ്ങനെ കണ്ടാൽ മതി. മനസ്സിലാക്കി സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ എഴുതി സ്റ്റോപ്പ് ചെയ്ത് എഴുതി വെച്ച് ഇങ്ങനെ കണ്ടാൽ മതി. പിന്നീട് സംശയം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് കുറച്ച് ആയത്തുകൾ ഇന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ ഒരു അമല് ചെയ്യാൻ നമുക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് വെള്ളം, ഒരു കുപ്പി വെള്ളം, ഇതുപോലെയുള്ള ഒരു കുപ്പി വെള്ളം എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് അത്തറാണ്, ബഹൂറാകാം, നല്ല ഊതിന്റെ ബഹൂർ പൊടി, അല്ലെങ്കിൽ അത്തർ, നല്ല അത്തർ, ഏതെങ്കിലും ലോക്കൽ 10 രൂപയുടെ 20 രൂപയുടെ അത്തറല്ല, നല്ല ഒറിജിനൽ ഉഴുതിന്റെ അത്തർ, നല്ല ഒറിജിനൽ അത്തർ, മരത്തിൽ നിന്ന് തടിയിൽ നിന്ന് എടുക്കുന്ന ഒറിജിനൽ അത്തർ വാങ്ങാൻ കിട്ടും. പിന്നെ അല്ലെങ്കിൽ കസ്തൂരി മിസ്ക്, കിട്ടാനില്ല, നല്ല വില കൊടുക്കേണ്ടി വരും. നമുക്ക് അത്തർ മതി. അത്തറാവുമ്പോ അത്ര വില കൊടുക്കില്ലെങ്കിലും ചെറിയൊരു വിലയിൽ നമുക്ക് അത്തർ കിട്ടും. ഈ 2 കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യണം, നമ്മളിത് എടുക്കാൻ പോവാണല്ലോ, നമ്മളെ വീടിലോ നമ്മളെ ഭൂമിയിലോ സ്ഥാപിച്ചിട്ടുള്ള ഇത്തരം കൂടോത്ര ക്രിയകൾ ഉണ്ടെങ്കിൽ അത് ചട്ടിയിലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തലയോട്ടിയിൽ, അല്ലെങ്കിൽ കോഴിയുടെ തലയോട്ടി, അല്ലെങ്കിൽ ഭസ്മരൂപത്തിലാവാം,
ഏത് രൂപത്തിലാണെങ്കിലും, ഏത് ഇറച്ചിയിൽ, മാംസത്തിലെ എല്ലില്, അല്ലെങ്കിൽ കുപ്പിയിൽ, തകിടില്, അല്ലെങ്കിൽ വെറ്റില പോലുള്ള ഇലകളില്, ഏത് വസ്തുവിൽ ചെയ്തു വെച്ചതാണെങ്കിലും, ഏത് വസ്തുവിൽ ചെയ്തു വെച്ച കർമ്മമാണെങ്കിലും ക്രിയയാണെങ്കിലും അത് പുറത്തെടുക്കാൻ നിങ്ങളാണ് പോകുന്നത്, നിങ്ങളാണിത് ചെയ്യുന്നത്. ഏത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മളെ തടി കെട്ടണം, തഹ്സീൻ ചെയ്യണം. അതായത് തടി കെട്ടണം. അതൊരാളെ മന്ത്രിക്കാൻ പോവുകയാണെങ്കിലും, പൈശാചികമായിട്ടുള്ള ഉപദ്രവമുള്ള ഒരാളെ മന്ത്രിക്കാൻ നമ്മൾ പോവാണ്. കാരണം ഉസ്താദുമാരൊന്നും പറഞ്ഞേക്കാതെ നമ്മൾ തന്നെ നമ്മളെ ഭാര്യയെ മന്ത്രിക്കണം. ആ ഭാര്യക്ക് ഇത്രയും പൈശാചിക ഉപദ്രവമുണ്ട്, അല്ലെങ്കിൽ മക്കൾക്ക് ഇത്രയും പൈശാചികമായിട്ടുള്ള ഉപദ്രവമുണ്ട്, അവളിങ്ങനെ പിശാചിന്റെ ഒരു ഇളക്കളകുന്നുണ്ട്, നമ്മളവളെ മന്ത്രിക്കുകയാണ്. അവളെ മന്ത്രിക്കുന്ന സമയത്ത് ഒന്നും തടി കെറ്റാതെ, തഹ്സീൻ ചെയ്യാതെ നമ്മൾ മന്ത്രിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബാധ, ആ ഒരു പൈശാചികമായിട്ടുള്ള ഉപദ്രവം നമ്മുടെ ശരീരത്തിലേക്ക് മതിയാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തടി കെട്ടണം, തഹ്സീൻ ചെയ്യണം. ഇത് ചെയ്യുന്ന ആളുകൾ തഹ്സീൻ ചെയ്യും. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഒരു സൂറത്തുൽ ഫാത്തിഹ ഒന്നാമതായിട്ട് ഓതേണ്ടത്. സൂറത്തുൽ ഫാത്തിഹ എങ്ങനെയാണ് ഓതേണ്ടത്? നമ്മളെ വലത് കൈ ഇടത് നെഞ്ചിന്റെ ഭാഗത്ത്, ഇതുപോലെ ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ കണ്ണടച്ചുകൊണ്ട് ഒരു പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക. പിന്നീട് അതേ പ്രാവശ്യം, ഈ കൈ എടുക്കരുത്, 3 പ്രാവശ്യം ആയത്തുൽ കുർസി, മനസ്സിലായില്ലേ? ആയത്തുൽ കുർസി പാരായണം ചെയ്യാം. പിന്നീട് സൂറത്തുൽ ഇഖ്ലാസ് ഒറ്റ പ്രാവശ്യം. പിന്നീട് സൂറത്തുൽ ഫലക്കിന് 3 പ്രാവശ്യം, സൂറത്തുൽ ഫലക്കിന് 3 പ്രാവശ്യം ഓതുക. അതില് ആദ്യത്തെ പ്രാവശ്യം വമിൻ ശർരിൻ നഫാസാത്തി ഫിൽ ഉഖദ് എന്നൊരു ഭാഗം, എന്നൊരു ആയത്തിന് 7 പ്രാവശ്യം ഓതി. പിന്നീടുള്ള 2 പ്രാവശ്യം സൂറത്തുൽ ഫലക്കിനെ പരിപൂർണമായിട്ട് ആവർത്തിക്കാതെ പരിപൂർണമായിട്ട് ഓതുക. മനസ്സിലായില്ലേ? സൂറത്തുൽ ഫലഖ് ഓതുന്ന സമയത്ത് വമിൻ ശർരിൻ നഫാസാത്തി ഫിൽ ഉഖദ് എന്ന ഈ ഭാഗം 7 പ്രാവശ്യം ആവർത്തിക്കുക. ഫസ്റ്റത്തെ, രണ്ടാമത് പരിപൂർണമായി ഓതുക, മൂന്നാമത്തും പരിപൂർണമായി ആവർത്തിക്കാതെ പരിപൂർണമായി ഓതുക. പിന്നെ സൂറത്തുൻ നാസിനെ പരിപൂർണമായി ഓതുക, 3 പ്രാവശ്യം പരിപൂർണമായിട്ട് ഓതുക. പിന്നീട് അപ്പോഴേക്ക് ഈ കൈ ഇവിടെ ഉണ്ടാവണം. പിന്നീട് ഒരു 7 പ്രാവശ്യം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് ഒരു 7 പ്രാവശ്യം ചൊല്ലുക. അതോടുകൂടി തഹ്സീൻ ചെയ്ത് നമ്മൾ കെട്ടി നമ്മൾ ഇറങ്ങുകയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുത്തു വെച്ച കുപ്പിയില്ലേ, ആ കുപ്പിയുടെ മൂടി തുറക്കുക, അത് ഓപ്പണാക്കുക. കുപ്പി ഓപ്പണാക്കിയിട്ട് ആ വെള്ളത്തിലേക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതിയതിന് ശേഷം എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം വെള്ളത്തിൽ മന്ത്രിക്കുക, എടുത്തു വെച്ച വെള്ളത്തിൽ മന്ത്രിക്കുക. ഈ സ്ക്രീനിൽ കൊടുക്കുന്ന ഒരു ഈ ആയത്ത്, ഏതാണ് ആയത്ത്? സൂറത്തുൽ ബഖറയിലെ 148-ാമത്തെ ആയത്ത്. 148-ാമത്തെ ആയത്ത് ഏതാണ് ആയത്ത്? ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു ജമീഅ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഈ ഒരു ആയത്ത് 7 പ്രാവശ്യം ഓതി, 7 പ്രാവശ്യം പരിപൂർണമായിട്ട് ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ മന്ത്രിക്കുക. ഇതുപോലെ ചെയ്യണം കേട്ടോ. ഞാൻ ഈ പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്യണം. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് സൂറത്തുൻ നംൽ മറച്ചിട്ട് 31-ാമത്തെ ആയത്ത് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആയത്ത് 7 പ്രാവശ്യം ഓതി വെള്ളത്തിൽ മന്ത്രിക്കുക. ഏതാണ് ആയത്ത്? അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ എന്ന ഈ ആയത്ത് 31-ാമത്തെ ആയത്ത്. അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ എന്ന ഈ ഒരു ആയത്ത് 7 പ്രാവശ്യം ഓതി പരിപൂർണമായിട്ട് ഓതിയിട്ട് വെള്ളത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം മന്ത്രിക്കുക. പിന്നീട് സൂറത്തുൻ നൂറിലെ 35-ാമത്തെ ആയത്ത് ഈ സ്ക്രീനിൽ ഞാൻ കൊടുക്കുക. ഈ ഒരു ആയത്ത് അല്ലാഹു നൂറുസ് സമാവാതി വൽ അർളി എന്ന് പറയുന്ന ഈ ഒരു ആയത്ത്, ഈ സ്ക്രീനിൽ കൊടുത്ത ഈ ഒരു ആയത്ത് പരിപൂർണമായിട്ട് ഓതുക. എന്നിട്ട് നൂറുൻ അലാ നൂർ യഹ്ദിയല്ലാഹു ബിനൂരിഹി മയ്യശാ എന്ന ഈ ഒരു ഭാഗത്തുന്ന സമയത്ത് 7 പ്രാവശ്യം ആവർത്തിക്കുക. എന്നിട്ട് പരിപൂർണമായിട്ട് ഓതുക ഈ ആയത്തിന്.
എന്നിട്ട് ഈ വെള്ളത്തിൽ ഇശ്വി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. പിന്നീട് സൂറത്തുൽ സൽസല 3 പ്രാവശ്യം ഓതേണ്ടത്. അവസാന 2 പ്രാവശ്യം സൽസല പരിപൂർണമായി ഓതുക. 3ാമത്തെ പ്രാവശ്യം വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ എന്ന് പറയുന്ന ആയത്തെത്തുന്ന സമയത്ത് 3 പ്രാവശ്യം ആവർത്തിക്കുക. വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ 3 പ്രാവശ്യം ആവർത്തിച്ച് പരിപൂർണമാക്കിയിട്ട് വെള്ളത്തിൽ മന്ത്രിക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച അത്തർ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ആക്കുക, ഒന്ന് കുലുക്കുക, ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഈ വെള്ളം കയ്യിൽ വെക്കുക. വലത് കൈയിന്റെ ഉള്ളൻ ഭാഗത്ത് വെച്ചിട്ട് ഭൂമിയിലൂടെ ഇങ്ങനെ നടന്നാൽ നമ്മുടെ പരിസരങ്ങളിലൂടെ നമ്മുടെ സംശയമുള്ള അല്ല, ഞങ്ങൾക്ക് 40 സെന്റ് 1 ഏക്കർ സ്ഥലമുണ്ട്, നമുക്ക് സംശയമുള്ള ഭാഗത്തിലൂടെ വെക്കാൻ, ഇവർ ചെയ്തു വെക്കാൻ സാധ്യതയുള്ള സ്ഥലത്തിലൂടെ ഈ വെള്ളവുമായി നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിലൂടെ വെള്ളവുമായി നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുറം ഭാഗങ്ങളിലൂടെ വെള്ളവുമായി നടന്നു കഴിഞ്ഞാൽ എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് അവിടുന്ന് കൈന്ന് വിറക്കും. കൈന്ന് വിറച്ച് വെള്ളം താഴോട്ട് വീഴും. ആ വീഴുന്ന ഭാഗത്ത് ഇത്തരം കർമ്മങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, ഇത്തരം ക്രിയകൾ ചെയ്തു വെച്ചിട്ടുണ്ട്, കൂടോത്ര ക്രിയകൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സിഹർ ചെയ്ത് കൊണ്ടുപോയി അവരിവിടെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പൈശാചികമായ സാന്നിധ്യം ഉണ്ടാവുമ്പോൾ അത് വിറക്കുള്ളൂ, ഈ കുപ്പി അവിടെ വീഴുള്ളൂ. പിശാചിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ കെട്ടിക്കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുപ്പി അവിടെ വീഴും. അവിടെ നമുക്ക് കുഴിച്ചാൽ, കുഴി വെച്ച് വെട്ടിയാൽ എന്ത് കിട്ടും? ഈ ചെയ്തു വെച്ച വസ്തു കുപ്പിയിലാണെങ്കിലും തലയോട്ടിയിലാണെങ്കിലും മാംസങ്ങളിലാണെങ്കിലും ഭസ്മമാണെങ്കിലും ഏതു രൂപത്തിലും, ചട്ടിയിലാണെങ്കിലും കലത്തിലാണെങ്കിലും ചെയ്തു വെച്ചത് കിട്ടും. ഉറപ്പായിട്ടും നിങ്ങൾക്കത് പുറത്തെടുക്കാൻ സാധ്യമാകും. ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ ക്യാമറകൾ വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ. ക്യാമറ ഞങ്ങൾ വെച്ചിട്ടുണ്ട്, എന്നിട്ട് മുസ്താഖന്മാർ വന്ന് അവർ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കുഴിച്ചാൽ ഞങ്ങൾക്ക് കിട്ടുകയാണ്, ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കിട്ടുകയാണ്. ചില ആളുകൾ പറയാറുണ്ട്. ഇതൊന്നും ആളുകളോ കൊണ്ടുപോയി വെക്കണമെന്നില്ല, ഇത് ആളുകൾ കൊണ്ടുപോയി സ്ഥാപിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ക്യാമറ കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിക്കില്ല. അത്രം ക്രിയകളാണ്, അത്രം മാരണങ്ങളാണ് ഇങ്ങനെ ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും നമ്മുടെ ഭൂമിയിൽ അവർ സ്ഥാപിക്കുന്നത്. അതുകൊണ്ടാണ് ക്യാമറകൾക്ക് പോലും ഒപ്പെടുക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഇത്തരം ക്രിയകൾ ചെയ്തു വെക്കുന്നത്, ഇത്തരം മാരണങ്ങൾ ചെയ്തു വെക്കുന്നത്. ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന്, ഇത്തരം മാരണങ്ങളിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ കാത്തു സംരക്ഷിക്കണം. അല്ലാഹ് ഞങ്ങളെ മക്കളെയും ഞങ്ങളെ കുടുംബത്തെയും അല്ലാഹു ഞങ്ങളുമായി സ്നേഹിക്കുന്നവരെ അല്ലാഹു നീ കാത്തു സംരക്ഷിക്കണം. അല്ലാഹ് അവർക്ക് നീ വലിയ കാവല് കൊടുക്കണം. അല്ലാഹ് നീ കാവല് കൊടുക്കണം. അല്ലാഹ് ഇനി ഈ ഒരു വസ്തു നമ്മളെ കയ്യിൽ കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത്? ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞു കഴിഞ്ഞാൽ അത് ബാത്തിലാവുകയും ഈ ഒരു ചെയ്തു വെച്ച ക്രിയ ബാത്തിലാവും. മഹാന്മാരായ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മുജറബായിട്ടുള്ള അമലാണ് ഈ ഒരു അമലിന് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഇത്രം പ്രയാസങ്ങൾ കുടുങ്ങി നിൽക്കുന്ന എല്ലാവരും ഇത് ചെയ്തു നോക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹുവേ നീ തീർത്തു നൽകണം. അല്ലാഹ് ബുദ്ധിമുട്ടുകൾ തീർത്തു നൽകണം. അല്ലാഹ് ജീവിതത്തിൽ വലിയ ഖൈറുകൾ നൽകണം. അല്ലാഹ് ഇത്ര തടസ്സങ്ങൾ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകല്ല റബ്ബേ, നൽകല്ല അല്ലാഹ്. ഇങ്ങനെയുള്ള ധാരാളം അമലുകളുണ്ട് ഇൻഷാ അല്ലാഹ്. ഓരോരോ അമലുകൾ ഇത്തരം പ്രയാസങ്ങൾ കുടുങ്ങി നിൽക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പറയാറുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ ഒരു അറിവിനെ, ഈ ഒരു മജ്‌ലിസിനെ നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് ഈ മജ്‌ലിസിനോടൊപ്പം കൂടെ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ 5:45 സയ്യിദിയ മജ്‌ലിസ് വലിയ ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, കൂട്ടമായി ദുആ ചെയ്യുന്ന വലിയ മജ്‌ലിസ് എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.